ഈ സാധനം ആരും ഇവിടെയും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. കേട്ടോ, അപ്പൊ ഈ പറഞ്ഞത് മൊത്തം സ്ക്രിപ്റ്റഡ് ആണ്. സ്ക്രിപ്റ്റഡ് എന്ന് വെച്ചാ അത് അവര് നല്ല രീതിയിൽ എഴുതി തന്നത്, എനിക്കതിനെ പറ്റി വല്ല വിവരം വേണ്ടേ? ഇല്ല. അപ്പൊ അതായത് അന്നത്തെ പ്രൊഡ്യൂസർ, അതായത് ജയകുമാർ സാറ്, പുള്ളിക്കാരൻ എൻ്റെ ഒരു ഗോഡ് ഫാദറിനെ പോലെ. കാരണം എനിക്ക് തന്നൊരു ബ്രേക്കാണ്, ശരിക്കും എൻ്റെ ഒരു ബ്രേക്കായിരുന്നു ചന്ദനമഴ. അപ്പൊ അതിനു മുൻപ് ദൈവം തந்த വീട്, അതും അവിടെ തമിഴില് ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതിന്റെയും സെയിം പ്രൊഡ്യൂസർ തന്നെയായിരുന്നു ജയകുമാർ സാറ്. അപ്പൊ സാറ് പറഞ്ഞു, മോളെ ഇങ്ങനെ BJP-യുടെ ഒരു ക്യാമ്പയിൻ വരുന്നുണ്ട്, മോള് വന്നിട്ട് ആ സ്ഥാനാർത്ഥിക്ക് ഒന്ന് വോട്ട് കൊടുക്കണം കേട്ടോ, ഒന്നൊന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ഫൈൻ, നമ്മുടെ ഒരു സാറ് നമ്മുടെ അടുത്ത് പറയല്ലേ. അപ്പോഴാണെങ്കിൽ നമുക്ക് ഇപ്പം ദൈവത്തെ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഒരേ സമയം സൗത്ത് ഇന്ത്യ, അതായത് തമിഴിലും മലയാളത്തിലും ഒരേപോലെ തന്നെ ഹിറ്റ് കൊടുക്കാൻ പറ്റുന്ന അത് കൊടുക്കാൻ പറ്റണമെങ്കിൽ മൂപ്പരല്ലായിരുന്നു കാരണം, പ്രൊഡ്യൂസർ ഇല്ലാണ്ട് നമ്മളുണ്ടാവില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഇതാണ്, മൂപ്പര് പറഞ്ഞ ഒരു കാര്യം നമ്മൾ നോ പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞാനത് പോയിട്ട് സാർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇത്ര വലിയ ക്യാമ്പയിനാണ്, ഇത്ര വലിയ മഹാസംഭവമാണ്, കേരളത്തിലെ ഒരു വേണ്ടിട്ട് വോട്ട് അങ്ങനെ എനിക്കറിയില്ല. നമ്മളൊരു ഇനാഗ്രേഷനോ ഒരു എവിടെയെങ്കിലും ഒന്ന് വരണട്ടോ എന്ന് പറയുമ്പോ പോണ ഒരു ലാഘവത്തോടെ ഞാൻ പോയിട്ടുള്ളൂടെ. അതായത് പ്രധാനമന്ത്രിക്ക് വോട്ട് ചോദിക്കാൻ ഉദ്ഘാടനത്തിന് പോകുന്ന പോലെ പോയി, അത്രയും ബോധമുള്ളൂ. സോ സിമ്പിൾ അതെന്നും പറഞ്ഞിട്ടേ പോയത്. അപ്പൊ നമ്മള് പറയണം ഈ ചേട്ടന് വോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയണം, അത്രേ ഉള്ളൂ. ശരി ഇതാണ്. അപ്പൊ ഞാൻ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുക, അപ്പൊ സാറ് വന്ന് പിക്ക് ചെയ്തു. പൊക്കോണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, സാർ എന്നെ വിളിച്ച് എന്തെങ്കിലും പറയണോ, ചേട്ടന് വോട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? വേണമെങ്കിൽ മോൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ മോദിജിനെ പറ്റി എന്തൊക്കെയോ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. വായിച്ചപ്പോ 2-3 സെന്റൻസ് നമ്മുടെ മനസ്സിൽ കയറുമല്ലോ, അതെല്ലാം കൂടെ കൂട്ടി ഞാനൊരു കഥയാക്കി അങ്ങനെ കലക്കി. അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ കണ്ടത് കേട്ടോ. നോക്കിയപ്പോ ഞാനിങ്ങനെ വന്നോണ്ടിരിക്കുന്നു, പോസ്റ്ററിൽ ചിരിച്ചോണ്ടിരിക്കുന്നു ഞാനിങ്ങനെ. അപ്പൊ നമ്മള് ഈ ഇനോഗ്രേഷൻസിനോ അങ്ങനെയൊക്കെ അപ്പൊ ആ സമയത്ത് പോയിട്ടുള്ള പരിചയമുള്ളൂ. അപ്പൊ ഇനോഗ്രേഷൻസ് പോകുമ്പോഴും എന്റെ പോസ്റ്റർ അവിടെ ഉണ്ടാവുമല്ലോ, അത് വലിയ കാര്യമൊക്കെ. അതായത് ഇത് പാർട്ടിയുടെ ഓഫീസിലേക്കാണ് ഞാൻ പോകുന്നത്, കേരളത്തിന്റെ ഒരു പാർട്ടിയാണ് ഇത്, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ളൊരു ബോധമില്ലാടോ. എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേനും നോക്കിയപ്പോഴത്തേനും മേക്ക് ഇവിടെ കൊണ്ടുപോയിക്കാ കംപ്ലീറ്റ് മീഡിയാസ്. അപ്പൊ ഒരു ചേട്ടൻ ഒരു മാലയൊക്കെ ഇട്ട് തന്നു, അത് മാലയല്ല BJP-യുടെ മറ്റേ സാധനമാണെന്നുള്ളതൊക്കെ പിന്നെ അറിയുള്ളൂ എനിക്ക്. മറ്റേ എന്തിനായിരുന്നു അത്, മാലയില്ലേ ഓറഞ്ച് കളറിൽ ഇങ്ങനെ ഒരു തുണിയുള്ളത്. മനസ്സിലായി, എനിക്ക് അതിന്റെ പേര്, എനിക്ക് എന്റെ പേരറിയില്ല കേട്ടോ. ഇനി ഇതും പറഞ്ഞ എന്നെ ക്രൂശിക്കരുത്, എനിക്ക് എന്റെ പേരറിയില്ല. അവർക്കുള്ളതായിട്ടുണ്ട്, ഇവിടെ എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ തന്നെ അവിടെ ചെന്ന് ചോദിച്ചു, മേഘ്നയ്ക്ക് ഇവിടെ കേരളത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? ആ സമയത്തുള്ള എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 15 ദിവസം ഇവിടെ ഷൂട്ടാ ട്രിവാൻഡ്രം, 15 ദിവസം ചെന്നൈയിൽ ഷൂട്ട്. അതിന്റെ ഇടയിൽ എനിക്ക് ഉറങ്ങാൻ കിട്ടല് വളരെ റയറാ. അപ്പൊ ഒരു 15 മിനിറ്റ് എങ്കിലും എക്സ്ട്രാ ഉറങ്ങാൻ കിട്ടുന്നത് എനിക്ക് ഏറ്റവും വലിയ കാര്യം. അത് ഈ ഉറക്കം ഇല്ലാത്തവർക്ക് മനസ്സിലാവും. അതായത് നമ്മള് ഒരു 6 മണിക്ക് എഴുന്നേക്കണേന് വരും ഒരു 6:30 എഴുന്നേക്കാൻ പറ്റുന്നതിന്റെ ഒരു സുഖം അല്ലേ, അത്രേ ഉള്ളൂ. അതൊരു പ്രത്യേക സുഖം. ഇപ്പൊ ഇങ്ങനത്തെ തണുപ്പുള്ള ക്ലൈമറ്റും അതായത് ഡെയിലി അങ്ങനെ ഉള്ളൊരു ഇതിനൊരു 15 മിനിറ്റ് ലേറ്റ് ആവും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ട് എണീക്കാൻ പറ്റുന്നതിന്റെ സുഖം ഒന്ന് വേറെ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ, ഇപ്പൊ ചെന്നൈയിലാണെങ്കിൽ എനിക്ക് ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ട് പോയാൽ മതി, കാരണം കാറിലിരുന്ന് ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് അപ്പൊ ഒരു ഹാഫ് ആൻ അവർ എനിക്ക് ലാഭിക്കാം. പക്ഷെ കേരളത്തിൽ അത് പറ്റില്ല, എനിക്ക് കാറിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാനങ്ങ് എന്താ പറയാ, ഞാൻ ആ സമയത്ത് എനിക്ക് അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിൽ ഇത്രയോ പ്രശ്നമുണ്ട്, ഇത്രയും ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്, ആ സമയത്തൊന്നും എനിക്കത് അറിയൂല്ല, ഞാനത് അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. എന്റെ ലോകം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കാം, മേക്കപ്പ് ആക്ഷൻ കട്ടിൽ ഉണ്ടാവുന്ന അഭിനയിക്കാം, അതൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ പാക്കപ്പ് ആവാ, കിടന്ന് ഉറങ്ങാം. ഇതായിരുന്നു എന്റെ വേൾഡ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.